മൂസ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യാ മൂസ ഇദാ റഅയ്തൽ ഗിന മുഖ്ബിലൻ ഫഖുൽ ദംബുൻ ഉജ്ജിലത് ഉഖൂബതുഹു വഇദാ റഅയ്തൽ ഫഖറ മുഖ്ബിലൻ ഫഖുൽ മർഹബൻ ബിശിആരി സ്വാലിഹീൻ. സമ്പന്നന്മാരായ ആളുകൾ, സമ്പന്നത അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് എന്ന് തെറ്റിദ്ധരിച്ചവർക്ക് മനസ്സിലാക്കാനും, ദാരിദ്ര്യം അള്ളാഹുവിൻ്റെ ഒരു ശിക്ഷയാണ് എന്ന് തെറ്റിദ്ധരിച്ചവർക്കും ശരിയായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു റിവായത്താണിത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സയ്യിദുന മൂസ അലൈഹിസ്സലാമിനോട് പറയാണ്, യാ മൂസ, മൂസ നബിയെ, ഇദാ റഅയ്തൽ ഗിന മുഖ്ബിലൻ, സമ്പത്ത് നിങ്ങളിലേക്ക് ഒഴുകി വരുന്നത് കണ്ടാൽ, ഫഖുൽ, നിങ്ങൾ നിങ്ങളോട് തന്നെ പറയണേ, ദംബുൻ ഉജ്ജിലത് ഉഖൂബതുഹു, ഇത് ഞാൻ ചെയ്ത ഒരു തെറ്റിൻ്റെ ശിക്ഷ നേരത്തെ എനിക്ക് ദുന്യാവിൽ തന്നെ കിട്ടിയതാണ് എന്ന് പറയണം. നമ്മൾ വിശദീകരിക്കാം. വഇദാ റഅയ്തൽ ഫഖറ മുഖ്ബിലൻ, ദാരിദ്ര്യം മുന്നിട്ട് വരുന്നത് കണ്ടാൽ, പൈസയില്ല, ദാരിദ്ര്യമാണ്, ജോലിയില്ല, ബുദ്ധിമുട്ടാണ്, കഷ്ടപ്പാടാണ്, അങ്ങനെ കാണുകയാണെങ്കിൽ ഫഖുൽ, നിങ്ങൾ പറയണം, മർഹബൻ ബിശിആരി സ്വാലിഹീൻ, സ്വാലിഹീങ്ങളുടെ അടയാളമേ, സ്വാലിഹീങ്ങളുടെ സ്വഭാവമേ, നിനക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് ആ ദാരിദ്ര്യത്തെ നിങ്ങൾ സ്വീകരിച്ചേക്കണം, അത് സ്വാലിഹീങ്ങളുടെ ഷിആറിൽപ്പെട്ടതാണ് എന്ന് സയ്യിദുന മൂസ അലൈഹിസ്സലാമിനോട് അല്ലാഹു ജല്ല ജലാലു പറയുന്നതായിട്ടാണ് ഒരു റിവായത്ത് മഹാനായ കഅബ് തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. ഇതാലോചിച്ച് നോക്കൂ, വലിയ കൗതുകമുള്ള വിഷയമാണ്. യാ മൂസ ഇദാ റഅയ്തൽ ഗിന മുഖ്ബിലൻ, നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, സമ്പത്ത് അള്ളാഹുവിൻ്റെ പ്രീതിക്ക് ഉപയോഗിക്കുകയും അള്ളാഹു ഇഷ്ടപ്പെടുന്ന വജ്ഹിൽ അതിനെ ചെലവഴിക്കുകയും സമ്പത്ത് കൊണ്ട് അള്ളാഹുവിനെ വഴിപ്പെടാൻ സാധിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് നിഅമത്താണ്. പക്ഷെ ഇവിടെ പറയുന്ന ഗിനൻ എന്ന് പറയുന്നത് മൂസ നബി അലൈഹിസ്സലാമിനോടുള്ള ഉപദേശമല്ല, ഇത് ജനങ്ങളോടുള്ള ഉപദേശമാണ്. നമ്മളെല്ലാ അമ്പിയാക്കന്മാരിലും വിശ്വസിക്കുന്നവരാണ്. ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസൂലി. നമ്മൾ അള്ളാഹുവിൻ്റെ മുർസലീങ്ങളിലും കിതാബിലുമൊക്കെ വിശ്വസിക്കുന്നവരാണ്. എല്ലാ അള്ളാഹുവിൻ്റെ അമ്പിയായിനും അള്ളാഹു കൊടുത്ത വഹയ് ഖൈറായ, സ്വാലിഹായ, അജ്ലായ, ഹുദയുടെ സന്മാർഗത്തിൻ്റെ വഹയാണ്. അപ്പം അമ്പിയാക്കന്മാരുടെ ചരിത്രങ്ങളിലൂടെയോ അവരുടെ വിശേഷണങ്ങളിലൂടെയോ നമുക്ക് ലഭിക്കുന്നത് നമുക്ക് മനസ്സിലാക്കേണ്ട, ഉൾക്കൊള്ളേണ്ട അറിവാണ് എന്നർത്ഥം. അപ്പോൾ സമ്പത്ത് ഒരാൾക്ക് വരുന്നു, ആ സമ്പത്ത് ഒരാളുടെ പരീക്ഷണമായി മാറുന്നു. സമ്പത്ത് വരുന്നതോടുകൂടെ ഒരാൾ തിരക്കാവുന്നു, ആ തിരക്ക് കാരണം ജമാഅത്ത് കിട്ടുന്നില്ല, നിസ്കരിക്കാൻ പറ്റുന്നില്ല, സുബഹിൽ കിട്ടുന്നില്ല, സ്വതക്ക ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ അള്ളാഹുവിൽ നിന്ന് അകലുകയാണെങ്കിൽ ആ സമ്പത്ത് ദുന്യാവിൽ അള്ളാഹു നൽകുന്ന ഒരു ശിക്ഷയാണ്. ദംബുൻ ഉജ്ജിലത് ഉഖൂബതുഹു, ദുന്യാവിൽ അള്ളാഹു നൽകുന്ന, നമ്മൾ ചെയ്തു പോയ ഒരു തെറ്റിൻ്റെ ശിക്ഷയാണ് അതെന്ന് അള്ളാഹു ജല്ല ജലാലു. പൈസ ഉള്ള ഒരുപാട് ആളുകൾ ലോകത്തുണ്ടാവും. നമ്മളിപ്പോൾ ഈ ഗൾഫ് നാട്ടിലൊക്കെ ജീവിക്കുമ്പോൾ, പ്രവാസികളായി ജീവിക്കുമ്പോൾ ആകെ തലയിൽ വരുന്ന ആദ്യത്തെ ചോദ്യം തന്നെ പൈസ, വരുമാനം, ജോലി, കച്ചവടം, ഇതായിരിക്കും. നാട്ടിലും അതൊക്കെ തന്നെയാണ്. പക്ഷേ നാട്ടിൽ അതിലും വലിയ കുറേ മുസീബത്തുകൾ ആലോചിക്കാനുള്ളത് കൊണ്ട് ഇതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കാൻ നേരം കിട്ടൂല. മനുഷ്യൻ്റെ മുമ്പിലേക്ക് സമ്പത്ത് അനിയന്ത്രിതമായി വരുന്നു, അല്ലെങ്കിൽ സമ്പത്തിന് ഒരു മുടക്കും ഒരു പ്രയാസവുമില്ലാതെ എല്ലാ കാര്യങ്ങളും ആഗ്രഹിക്കുന്നതിലും അപ്പുറം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ മനുഷ്യനാണെങ്കിലോ അള്ളാഹുവിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അതിനെ സംബന്ധിച്ചാണ് ഈ പറയുന്നത്, ദംബുൻ ഉജ്ജിലത് ഉഖൂബതുഹു, അത് ചെയ്തു പോയ തെറ്റിന് അള്ളാഹു ഈ ലോകത്ത് നൽകുന്ന ശിക്ഷയാണ് എന്ന് മനസ്സിലാക്കണം. വഇദാ റഅയ്തൽ ഫഖറ മുഖ്ബിലാ, ദാരിദ്ര്യം കൊണ്ട് രണ്ടെണ്ണം സംഭവിക്കും. ദാരിദ്ര്യം കൊണ്ട് അള്ളാഹുലേക്ക് അടുക്കാനും പറ്റും, ദാരിദ്ര്യം കുഫറിലേക്ക് വരെ എത്തിക്കുമെന്നും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നൽ ഫഖറ യുഅദ്ദി ഇലൽ കുഫർ, അൽ ഫഖറു യുഅദ്ദി ഇലൽ കുഫരി. ദാരിദ്ര്യം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഫഖരി വൽ കുഫരി, അങ്ങനെ തന്നെ ദുആയിൽ കാണാൻ പറ്റും. അള്ളാഹുവെ, കുഫറിൽ നിന്ന്, നിന്നെ നിഷേധിക്കുന്ന, നീ ഇല്ല എന്ന് പറയുന്നൊരു വിശ്വാസത്തിലേക്ക് പോകാതെ കാത്തുകൊള്ളണമേ. പിന്നെ പറയുന്നത് ദാരിദ്ര്യത്തിൽ നിന്ന് കാക്കേണമെന്ന്. ദാരിദ്ര്യം എന്ന് പറയുന്നത് അൺഫുൾഫിൽഡ് വോൺസ്,
നമ്മുടെ നിർവഹിക്കപ്പെടാത്ത, ഇനിയും സാധിച്ചിട്ടില്ലാത്ത നമ്മുടെ ആവശ്യങ്ങൾക്കാണ് ഈ ദാരിദ്ര്യം എന്ന് പറയാം. വീട് വേണം, ഒരു ചെറിയൊരു വീടെങ്കിലും താമസിക്കാൻ വേണം, അത് സാധിച്ചിട്ടില്ല, അവിടെ ഒരു ദാരിദ്ര്യമുണ്ട് അല്ലേ. ജോലി വേണം, എന്നാലേ റൂമിന് റെൻ്റ് കൊടുക്കാൻ പറ്റുള്ളൂ, ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ, ആയിട്ടില്ല, അതൊരു ദാരിദ്ര്യമാണ്. ഒരു ആവശ്യം നിർവഹിക്കപ്പെടാതിരിക്കലാണ്. അതിനാണ് ഫഖർ, ദാരിദ്ര്യം എന്ന് പറയാം. നമ്മൾ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ടത്, സമ്പന്നന്മാർ ഒരുപക്ഷെ ദരിദ്രന്മാരായി മാറും. സമ്പത്ത് എന്ന് പറയുന്നത്, സമ്പത്തുള്ള ഒരാൾക്ക് എനിക്കിത് പോരാ, എനിക്ക് ഇനിയും വേണം എന്ന് പറയുന്നത് അയാളുടെ ആവശ്യങ്ങൾ ഇനിയും നിർവഹിക്കപ്പെട്ടിട്ടില്ല എന്ന തോന്നലാണ്. അതുകൊണ്ട് അതിനെയാണ് ഇംഗ്ലീഷിൽ, ലാംഗ്വേജിൽ, സോഷ്യോളജിയിൽ പോവർട്ടി എന്ന് പറയാം. അതാണ് ദാരിദ്ര്യം. എനിക്ക് പോരാ എന്ന് പറയുന്നത് ദാരിദ്ര്യമാണ്. ആ വലിയ പണക്കാരൻ ചിലപ്പോൾ ദരിദ്രനായി മാറിയെന്ന് വരും ഈ വാക്കിലൂടെ ഉദ്ദേശിക്കുമ്പോൾ. എനിക്കിപ്പോഴും മതിയായില്ല, എൻ്റെ കാര്യം ഇപ്പോഴും സാധിച്ചില്ല എന്ന് വിചാരിക്കുന്നത്. ഇദാ റഅയ്തൽ ഫഖറ മുഖ്ബിലൻ, ദാരിദ്ര്യമാ വരുന്നത്. ദാരിദ്ര്യം കൊണ്ട് അള്ളാഹുലേക്ക് അടുക്കാൻ പറ്റും. ദാരിദ്ര്യം ഉണ്ടാകുമ്പോൾ നമ്മളൊരു പക്ഷേ കുറേ ദിക്ർ ചൊല്ലും. അപ്പോൾ ആരുടെ ഉസ്താദ്മാർ ചോദിക്കും, പഠിച്ചോനെ എന്തെങ്കിലും ചൊല്ലാനുണ്ടോ ഉസ്താദേ, എങ്ങനെയൊക്കെയാണ് വിഷയങ്ങൾ, പ്രയാസത്തിലാണ്, എവിടെയും ഒരു കാര്യം നടക്കുന്നില്ല, അങ്ങോട്ട് എത്തും അപ്പോഴേക്ക് തട്ടിപ്പോകും, ഇൻ്റർവ്യൂക്ക് വിളിക്കും പിന്നെ വിളിക്കണില്ല, CV പോലും ആരും തുറന്നു നോക്കുന്നില്ല. ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്തെങ്കിലും ചൊല്ലാനുണ്ടോ? അപ്പോൾ സൂറത്തു യാസീൻ ലിമാ ഖുരി അല, യാസീൻ നിങ്ങൾ എന്തുദ്ദേശിച്ച് ഓതുന്നു അതിനുള്ളതാ. നബി ഉസ്താദ്മാർ പറഞ്ഞതിനെ കുറിച്ച് യാസീൻ ഓദിക്കോ, അല്ലെങ്കിൽ ഇന്ന ദിക്ർ ചൊല്ലിക്കോ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ ചൊല്ലിക്കോ. അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക് എന്ന ദിക്ർ ചൊല്ലിക്കോ. അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി അസ്മത്തു അംരി, ആ ദിക്ർ ചൊല്ലിക്കോ. ഇങ്ങനെ തുടങ്ങി അദ്കാറുകൾ മനുഷ്യൻ പതിവാക്കാൻ തുടങ്ങും. ചില ആൾക്കാരൊക്കെ ഒന്നും കൂടെ അങ്ങ് പേടിപ്പിച്ചിട്ട് എന്ത് ചെയ്യും, സുബഹിൻ്റെ 1 മണിക്കൂറും എഴുന്നേറ്റ് നിസ്കരിച്ച് തുടങ്ങിക്കോന്ന് പറയും. അപ്പോൾ ജോലി കിട്ടാൻ വേണ്ടിയിട്ടെങ്കിലും നിസ്കാരം തുടങ്ങും. അതുവരെ തഹജ്ജുദൊന്നും നിസ്കരിച്ചിട്ടില്ലാത്ത ഒരാൾ തഹജ്ജുദ് നിസ്കരിക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ ഒന്നും കൂടെ ഉഷാറാക്കാൻ വേണ്ടി ഡെയിലി ഒരു അൽബക്കർ ഓദിക്കുമെന്ന് പറഞ്ഞാൽ ഇരുന്ന് ഓതും, ജോലി കിട്ടണവരെ അന്ന് നിർത്തും ചെയ്യും, ഇൻ്റർവ്യൂ പാസ്സായാൽ നിർത്തും ചെയ്യും. മനുഷ്യൻ ഒരു ദാരിദ്ര്യത്തിലൂടെ പോകുമ്പോൾ പടച്ചവനിലേക്ക് അടുക്കാനുള്ള വഴിയുണ്ട്. ഈ അസുഖങ്ങൾ അങ്ങനെയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമുക്ക് അങ്ങനെ അസുഖം വന്നിട്ടോ ദാരിദ്ര്യം വന്നിട്ടോ അള്ളാഹുലേക്ക് അടുക്കുന്നൊരവസ്ഥ വരരുത്. അങ്ങനെയല്ല, അതിന് മുമ്പേ അടുക്കണം. തഅറഫ് ഇലല്ലാഹി ഫിർറഖാ യഅരിഫക ഫിദ്ദറാ. സമ്പത്തുണ്ടാകുമ്പോഴും ആശ്വാസം ഉണ്ടാകുമ്പോഴും സൗകര്യം ഉണ്ടാകുമ്പോഴും അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കാം. എന്നാൽ പിന്നെ പ്രയാസം വരുമ്പോൾ അള്ളാഹു നമ്മുടെ കൂടെ അപ്പോഴും ഉണ്ടാവും. ഒരു പരീക്ഷണം വരുമ്പോൾ അള്ളാഹു കൂടെ ഉണ്ടാവും. അപ്പോൾ ദാരിദ്ര്യം കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയും. ദാരിദ്ര്യം കൊണ്ട് ഒരാൾ മോഷ്ടാവായി മാറാം, ദാരിദ്ര്യം കൊണ്ട് ഒരാൾ വഞ്ചകനായി മാറാം, ദാരിദ്ര്യം കൊണ്ട് ഒരാൾ മറ്റൊരാളുടെ പൈസ അപഹരിച്ചു എന്ന് വരും, ദാരിദ്ര്യം കൊണ്ട് ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാം. അയാൾ എന്താ വിചാരിക്കുക, പടച്ചോനെ ഞാൻ നിനക്ക് ഇത്രത്തോളം നിസ്കാരവും സ്വലാത്തും ദിക്റും എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്, എന്നിട്ട് എനിക്ക് ജോലി കിട്ടുന്നില്ല. എൻ്റെ അടുത്ത് കള്ളു കുടിച്ച് കിടക്കുന്നവൻ എൻ്റെ റൂംമേറ്റ്, അവന് നല്ല ജോലിയുണ്ട്, അവന് വണ്ടിയുണ്ട്, അവന് ഭത്തയുണ്ട്, അവന് ട്രാവൽ അലവൻസ് ഉണ്ട്, അവൻ ഫാമിലിനെ കൊണ്ടുവരുന്നു. ഞാനാണെങ്കിൽ 10-15 കൊല്ലമായിട്ട് ഇവിടെ കഷ്ടപ്പെടാൻ, ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കുന്ന ആളല്ലേ പടച്ചോനെ, നീ എന്താ എന്നെ ഇങ്ങനെ ഞാൻ പറഞ്ഞത് കേൾക്കാത്തത് എന്നൊക്കെ ഒരു മനുഷ്യൻ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ കുഫറിലേക്ക് പോയേക്കും. അതുകൊണ്ടാണ് ദാരിദ്ര്യം കുഫറിലേക്ക് എത്തിക്കുന്നു പറയാൻ കാരണം. എത്രയോ ആളുകൾ ഇപ്പോൾ പാവപ്പെട്ട രാജ്യങ്ങളിലൊക്കെ മറ്റു മതവിശ്വാസികൾ എന്തെങ്കിലും ഭക്ഷണത്തിൻ്റെ കിറ്റ് വിതരണം ചെയ്ത് ഇങ്ങോട്ട് പോരിനെന്ന് പറഞ്ഞാൽ അവർ പോകും. കാരണം അവർക്ക് അന്നമാണ് വേണ്ടത്, അവർക്ക് ഭക്ഷണമാണ് വേണ്ടത്, വിശ്വാസത്തെക്കാളും വലുത് അതാണ് എന്ന് ചിന്തിക്കുന്ന ഒരു തലത്തിലായിരിക്കും അവരുണ്ടായിരിക്കുക. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈമാൻ അത്രത്തോളം ഉണ്ടെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയും. ഈമാൻ കുറവും ദാരിദ്ര്യവുമാണെങ്കിൽ കുഫറിലേക്ക് പോകുക സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇനി പറയുന്നു നോക്കുക, മൂസ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല പറയാ, വഇദാ റഅയ്തൽ ഫഖറ മുഖ്ബിലൻ, ദാരിദ്ര്യം നിങ്ങളിലേക്ക് വരുന്നത് കണ്ടാൽ നിങ്ങൾ പറയണേ മർഹബൻ ബിശിആരിസ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളുടെ അടയാളമേ നിനക്ക് സ്വാഗതം, സ്വാലിഹീങ്ങളുടെ അടയാളമേ നിനക്ക് സ്വാഗതം എന്ന് പറയണം. സ്വാലിഹീങ്ങളുടെ ഷിആറാണത്. ഇപ്പോൾ അള്ളാഹുവിന് വേണ്ടി ത്യാഗം ചെയ്ത് ജീവിക്കുന്ന തസൗഫിൻ്റെ ആലിമീങ്ങൾ, മുത്തസവ്വിഫീങ്ങൾ, സൂഫിയാക്കൾ എന്ന് പറയുന്നവർ, യഥാർത്ഥ അള്ളാഹുവിൻ്റെ സൂഫി വര്യന്മാർ വലിയ ദാരിദ്ര്യം ഇഷ്ടപ്പെടുന്ന, ദാരിദ്ര്യത്തിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. റഫാഹിയത്ത് അവർക്ക് വേണ്ട, ആഡംബരങ്ങൾ അവർക്ക് വേണ്ട. അവർ അങ്ങനെ ലളിതമായി ജീവിക്കണമെന്നും പട്ടിണി കിടക്കണമെന്നും ആഗ്രഹിക്കുന്നവരാണ്. അവർക്ക് നോമ്പായിരിക്കും, നോമ്പില്ലെങ്കിലും ഭക്ഷണം കുറവായിരിക്കും. അത് സ്വാലിഹീങ്ങളുടെ അടയാളമാണ്. കാരണം സമ്പത്ത് എത്ര നമ്മുടെ കയ്യിൽ വരുന്നുണ്ടോ അതിനനുസരിച്ച് അള്ളാഹുവിനോട് ഹിസാബിനെ പറയണം, ഹിസാബിനെ പറയണം. ഇപ്പോൾ ചോദ്യപേപ്പറിൽ ചോദ്യം കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഉത്തരം പറയലേറും. ചോദ്യക്കടലാസ് കൂടുമ്പോൾ ഉത്തരം എഴുതേണ്ട സമയം കൂടുതൽ വേണമെന്ന് വിദ്യാർത്ഥികൾ ഇങ്ങോട്ട് പറയും. ഇത്
2 മണിക്കൂർ കൊണ്ട് എഴുതി തീർക്കാൻ കഴിയില്ല, ഞങ്ങൾക്ക് 3 മണിക്കൂറെങ്കിലും വേണം. സമ്പത്ത് അങ്ങനെയാണ്. എത്ര സമയം സമ്പത്ത് കൂടുന്നുണ്ടോ അതിനനുസരിച്ച് അള്ളാഹുവിനോടുള്ള മുഹാസബ, അള്ളാഹുവിൻ്റെ വിചാരണ വർദ്ധിക്കുമെന്നാണ്. അതുകൊണ്ടാണ് നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം ആഖിറുൽ അംബിയാ ഹിസാബ, അംബിയാക്കന്മാരിൽ അവസാനം വിചാരണ കഴിയുന്ന നബിയാണ് സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം. അത് കുറേ കാലെടുക്കും എന്നതിനർത്ഥമല്ല. അംബിയാക്കന്മാരുടെ ഹിസാബൊക്കെ പെട്ടെന്ന് കഴിയും. അവരുടെ കൂട്ടത്തിൽ ഇച്ചിരി സമയമെടുക്കുന്നത് സുലൈമാൻ നബി അലൈഹിസ്സലാം, അത് കഴിഞ്ഞാൽ ദാവൂദ് നബി അലൈഹിസ്സലാം. കാരണം അവർ സമ്പത്തുള്ളവരായിരുന്നു. ആ സമ്പത്ത് അള്ളാഹുവിൻ്റെ വഴിയിൽ ചെലവഴിച്ച, പടച്ചവൻ്റെ പൊരുത്തത്തിൽ ജീവിച്ച അംബിയാക്കന്മാരാണ്. അത് കഴിഞ്ഞാൽ യൂസുഫ് അലൈഹിസ്സലാം. ഇവരൊക്കെ ഒരേ സമയം ഭരണാധികാരികളും അംബിയാക്കന്മാരുമായവരാണ്. പ്രവാചകത്വവും അതുപോലെ തന്നെ ഭരണാധികാരവും കയ്യിലുണ്ടായിരുന്ന നബിമാർ. ദാവൂദ് നബി അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാം, യൂസുഫ് അലൈഹിസ്സലാം. വേറെ നബിമാരുണ്ടോ? അധികാരം കിട്ടി അതോടൊപ്പം നബുവത്തും കിട്ടിയവർ ഇല്ല, ഉണ്ടോ? യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിൻ്റെ ഭരണാധികാരി, ദാവൂദ് നബി അലൈഹിസ്സലാമും സുലൈമാൻ നബി അലൈഹിസ്സലാമും ഫലസ്തീൻ ഭരിച്ചവർ. സുലൈമാൻ നബി അലൈഹിസ്സലാം ലോകത്തിൻ്റെ വലിയ തലങ്ങൾ കിഴക്കും പടിഞ്ഞാറുമൊക്കെ മഹാനവറുകളുടെ ഭരണകേന്ദ്രമായിരുന്നു. ഏതായിരുന്നാലും ആ അമ്പിയാക്കന്മാർ ഹിസാബ് നേരിടുന്നത്, അവർ വിചാരണ നേരിടുന്നവരിൽ അവസാനത്തവർ, അത് സമയമെടുക്കുന്നവരാണ്. സ്വഹാബികളിൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു സ്വഹാബികളിൽ അവസാനം വിചാരണ കഴിയുന്ന സ്വഹാബിയാണെന്ന് പറയുമ്പോൾ മഹാനവറുകൾ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബിയാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. സഅദിൻ സഈദിൻ സുബൈരിൻ തുൽഹത്തിൻ വഅബി ഉബൈദത്തിൻ വബിനി ഔഫിൻ, അബ്ദുറഹ്മാൻ ബിൻ ഔഫാൻ وابن عوف عاشر الكرم ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عبد الرحمن بن عوف عاشر الكرم. ഒരു മഹാന്മാരായ അശറത്തുൽ മുബശ്ശരീങ്ങൾ അറിയപ്പെടുന്ന മഹാൻ. പക്ഷേ ഹിസാബുണ്ട്, വിചാരണയുണ്ട്. അവർ സ്വഹാബികൾ അവസാനമാണ് അവരുടെ വിചാരണ കഴിയുക എന്ന് ഹദീത്തിൽ കാണാൻ കഴിയും. അപ്പോൾ സമ്പത്തെന്ന് പറയുന്നത് ഹലാലുഹു ഹിസാബുൻ വ ഹറാമുഹു ഹസ്റ. അതിൽ ഹലാല് ഹിസാബാണ്, വിചാരണയാണ്. വ ഹറാമുഹു ഹസ്റത്തുൻ, അതിൽ ഹറാമായി കടന്നു വരുന്നത് ഹസ്റത്തുൻ വ നദാമ, നാളെ അത് സങ്കടത്തിന് കാരണമാകും. സുബ്ഹാനല്ലാഹ്. ഹലാല് ഹിസാബിനെ നേരിടേണ്ടി വരും, കണക്ക് കൊടുക്കേണ്ടി വരും അള്ളാഹുവിൻ്റെ മുമ്പിൽ. വ ഹറാമുഹു ഹസ്റത്തുൻ, ഹറാമായ സമ്പാദ്യം നാളെ സങ്കടത്തിന് കാരണമാകുന്നു. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. വഇദാ റഅയ്തൽ ഫഖറ മുഖ്ബിലൻ, ദാരിദ്ര്യം മുന്നിട്ട് വരുന്നത് കണ്ടാൽ മുസനബിയെ ഫഖുൽ, അങ്ങ് പറയണം മർഹബൻ ബിശിആരിസ് സ്വാലിഹീൻ, സജ്ജനങ്ങളുടെ അടയാളമേ നിനക്ക് സ്വാഗതം എന്ന് പറഞ്ഞോളൂ മുസനബിയെ. വഇദാ റഅയ്തൽ ഗിനാ മുഖ്ബിലൻ, സമ്പത്ത് മുന്നിട്ട് വരുന്നത് കണ്ടാൽ ദംബുൻ ഉജ്ജലത് ഉഖൂബതുഹു, ഇത് അല്ലാഹു നേരത്തെ തരുന്ന ശിക്ഷയാണ്, ഏതെങ്കിലും ഒരു തെറ്റിൻ്റെ ശിക്ഷയാണ് എന്ന് മനസ്സിലാക്കണം. മനസ്സിലായല്ലോ എൻ്റെ കോണ്ടെക്സ്റ്റ്? സമ്പത്ത് കൊണ്ട് അള്ളാഹുവിൽ നകലുന്നൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് ശിക്ഷയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആയിരത്തിലേറെ വരുന്ന ഒട്ടകങ്ങളുടെ പുറത്ത് ലഗേജുകൾ, പിന്നെ സിറിയയിൽ നിന്ന്, ഫലസ്തീനിൽ നിന്ന്, ഡമസ്കസിൽ നിന്നൊക്കെ വാങ്ങിച്ച കച്ചവട സാധനങ്ങൾ, വസ്ത്രങ്ങളും മറ്റു വ്യഞ്ജനങ്ങളുമായിട്ട് മക്കയിലേക്ക് വരുന്ന കച്ചവടക്കാരനാണ്. 1000-ലേറെ ഒട്ടകങ്ങൾ. ആരുടേത്? ഉസ്മാൻ തങ്ങളുടേത്, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എന്നവരുടേത്, അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടേത്. ഇവരൊക്കെ മുതലാളിമാരാണ്. അവരെ സംബന്ധിച്ചത് പറയാൻ പറ്റുമോ അവരുടെ ചെയ്ത തെറ്റിന് ശിക്ഷയാണെന്ന്? അല്ല, അവർ ആ സമ്പത്ത് കൊണ്ട് അള്ളാഹുവിൻ്റെ ആഖിറം നേടാൻ പരിശ്രമിച്ചവരാണ്. അതിനെ സംബന്ധിച്ചല്ല ഈ പറയുന്നത്. യാ മൂസ, അല്ലാഹു മൂസ നബിയോട് പറയാം, ഇന്നക ലൻ തഖറുബ അലയ്യ ബിഅമലിൻ മിൻ അഅമാലിൽ ബിർരി ഖൈറുൻ ലക മിനദ്ദിളാ ബിഖളാഇ. മൂസ നബിയെ, ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് ചെയ്യുന്ന അമലുകളിൽ അള്ളാഹുവിനോട് അടുക്കാനെടുക്കുന്ന, പടച്ചവനേക്ക് അടുക്കുക എന്ന് പറയില്ലേ, അതിനൊരുപാട് അമലുകളുണ്ട്. സുന്നത്ത് നിസ്കാരങ്ങൾ അള്ളാഹുലേക്ക് അടുക്കാൻ പറ്റും. വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ, അള്ളാഹുലേക്ക് അടുക്കണമെങ്കിൽ സുന്നത്തുകൾ വേണമെന്ന, സുന്നത്തായ സ്വതഖ, സുന്നത്ത് നിസ്കാരം, സുന്നത്തായ ഉംറ, സുന്നത്തായ ഹജ്ജ്, സുന്നത്തായ സ്വതഖകൾ, സുന്നത്തായ നോമ്പുകൾ, സുന്നത്തായി ആയ മറ്റ് അമാലുകൾ, ഇതൊക്കെ ചെയ്യുമ്പോൾ ഫർള് കഴിഞ്ഞ് സുന്നത്ത് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാൻ പറ്റും.
അങ്ങനെ എടുക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ മുഖറബീങ്ങളായി മാറുന്നത്. മുഖറബീങ്ങളായി മാറിക്കഴിഞ്ഞാലാണ് അള്ളാഹു കുന്തു സമഅഹുല്ലദി യസ്മഉ ബിഹി, കേൾക്കുന്ന കാത്, വബസറഹുല്ലതി യുബ്സിറു ബിഹാ, കാണുന്ന കണ്ണ്, വയദഹുല്ലതി യബ്തിഷു ബിഹാ, തൊടുന്ന കൈ, വരിജലഹുല്ലതി യംഷി ബിഹാ, നടക്കുന്ന കാല്, ഇതൊക്കെ ഞാനായിട്ട് മാറും എന്ന് അള്ളാഹു തആല പറഞ്ഞത് സുന്നത്ത് എടുത്ത് ജീവിക്കുമ്പോഴാണ്. ഫർള് ആ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്ത് പോവുകയുള്ളൂ. മുമ്പോട്ട് ഒന്ന് അടുക്കണമെങ്കിൽ സുന്നത്തുകൾ വർദ്ധിപ്പിക്കണം.